നമസ്കാരം. പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് സഞ്ജു സാംസങ്ങിനോട് അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ്. ഇത്തരത്തിലൊരു അസൂയയാണ് ഇന്ന് ഓട്ടപ്രദർശനത്തിൽ പറയാനുള്ളത്. അതായത് സഞ്ജു സാംസങ് ഈ ക്രിക്കറ്റ് T20 വേൾഡ് കപ്പിൽ നേടിയ റൺസ് എന്ന് പറയുന്നത് 321. സഹിബ്സാദ നേടിയത് 383 റൺസ്. അപ്പോൾ പാക് മീഡിയ ഒരു സംശയം ചോദിക്കുകയാണ്, സഹിബ്സാദയ്ക്കല്ലേ മാൻ ഓഫ് ദി സീരീസ് കൊടുക്കേണ്ടത് എന്ന്. പക്ഷേ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് കരണത്തടിച്ചുപോലുള്ള ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് ന്യൂസിലാൻഡ് T20 ക്യാപ്റ്റനായ മൈക്കൽ സാറ്റ്നർ. അദ്ദേഹം പറഞ്ഞു, സഹിബ്സാദ റൺസ് നേടിയത് മുഴുവൻ വളരെ ദുർബലമായ രാജ്യങ്ങൾക്ക് നേരെയാണ്. USA, നമീബിയ, ശ്രീലങ്ക, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെയാണ് സഹിബ്സാദ ഫർഹാൻ തിളങ്ങിയത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ വളരെ നല്ല നിലയിലേക്ക് കൊണ്ടുവരുവാനോ T20 വളരെ നിർണായകമായൊരു പൊസിഷനിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുചെന്നെത്തിക്കുവാനോ സഹിബ്സാദ ഫർഹാന് സാധിച്ചില്ല. പക്ഷേ സഞ്ജു ആകട്ടെ വളരെ കൃത്യമായിട്ട് ഏറെ നിർണായകമായിട്ടുള്ള മത്സരങ്ങളിലാണ് സഞ്ജുവിൻ്റെ റൺ വേട്ടയിലധികം. പ്രധാനമായും നോക്കൗട്ടിൽ വെസ്റ്റ് ഇൻഡീസിന് നേടിയ 50 ബോളിൽ 97 റൺസ്, അതോടൊപ്പം തന്നെ സെമിയിൽ ഇംഗ്ലണ്ടിന് നേരെ നേടിയ 42 ബോളിൽ 89 റൺസ്, ന്യൂസിലാൻഡിനെതിരെ തന്നെ നേടിയ 46 ബോളിൽ 89 റൺസ് എന്നീ നിർണായകമായ ഇന്നിങ്സുകൾ, ഏറ്റവും കരുത്തുറ്റ ഇന്നിങ്സുകൾ ഈ T20 ലോകകപ്പിൽ കളിച്ചാണ് സഞ്ജു 5 കളികളിൽ നിന്നായിട്ട് 321 റൺസ് സ്കോർ ചെയ്തത്. അതുകൊണ്ട് തികച്ചും ഈ ലോകകപ്പിൽ മാൻ ഓഫ് ദി സീരീസിന് അർഹൻ സഞ്ജു തന്നെയാണ് എന്നുള്ള മറുപടിയാണ് ന്യൂസിലാൻഡ് ക്യാപ്റ്റനിൽ നിന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. എന്തായാലും പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഏറെ അസൂയപ്പെട്ടു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ T20 കപ്പ് ഉയർത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ആണെങ്കിൽ അടിമുടി തകർന്ന ഒരു അവസ്ഥയിലുമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് ലോകം എത്തി നിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. പാകിസ്ഥാൻ്റെ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സെലക്ഷൻ ടീമുകളെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ വളരെ ദുർബലമാണ്. ക്രിക്കറ്റിനെ കുറിച്ച് ഒട്ടുമേ അറിഞ്ഞുകൂടാത്ത ചില ആൾക്കാരെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു എന്ന സീനിയർ ക്രിക്കറ്റേഴ്സിൽ നിന്ന് തന്നെ വളരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പാകിസ്ഥാൻ കായിക ലോകം തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. പാകിസ്ഥാൻ അടിമുടി കടത്തിലാണ്. അതോടൊപ്പം തന്നെ യുദ്ധഭീഷണിയും. അങ്ങനെ പാകിസ്ഥാന് എല്ലാ ഭാഗത്തു നിന്നും ഒരു തകർച്ചയുടെ ഒരു കാലം തന്നെയാണ്. ഇതിനെ അതിജീവിക്കുവാൻ പാകിസ്ഥാന് സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഏത് നിമിഷം വേണോ പാകിസ്ഥാൻ ആക്രമിക്കപ്പെടാം എന്നത്, പാകിസ്ഥാൻ തകർക്കപ്പെടാം എന്നത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഛിന്ന ഭിന്നമാകാനുള്ള സാധ്യതയും വിരളമല്ല. അതായത് 3 അല്ലെങ്കിൽ 4 പാകിസ്ഥാൻ വേർപിരിയാനുള്ള സാധ്യത ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് നോക്കിയാലും, അല്ലെങ്കിൽ പഞ്ചാബ് സിന്ധ് മേഖലയിലേക്ക് നോക്കിയാലും, POKയുടെ മേഖലയിലേക്ക് നോക്കിയാലും, ഇങ്ങനെ പലതായി പാകിസ്ഥാൻ വേർപിരിയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തിൻ്റെ തകർച്ചയും. ഒരു കാലത്ത് ലോക ക്രിക്കറ്റിൻ്റെ നെറുകയിലായിരുന്നു പാകിസ്ഥാൻ. വഖാറുന്നീസിൻ്റെയും വസീം അക്രത്തിൻ്റെയും ഷോയബ് അക്തറിൻ്റെയും ഒക്കെ സുവർണ കാലഘട്ടത്തിൽ പാകിസ്ഥാനെ ഒന്ന് തൊട്ടുനോക്കാൻ പോലും മറ്റ് രാജ്യങ്ങളൊന്ന് ഭയപ്പെട്ടിരുന്നൊരു കാലം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലത്തു നിന്നാണ് ഇത്രയധികം ഒരു താഴേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് അധപ്പതിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും അതിൽ നിന്ന് കരകയറുവാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരെ നടത്തുന്നൊരു അസൂയ അല്ല വേണ്ടത്, മറിച്ച് കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.